ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കവിത എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് കവിത. യഥാർത്ഥ പേരല്ല. എനിക്ക് 31 വയസ്സായി. കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷവുമായി. എൻ്റെ കഥ പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരിയെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി മാഡത്തോട് പറയണം. എനിക്ക് 7ാം ക്ലാസ് മുതലുള്ള ഒരു കൂട്ടുകാരിയാണ് സുമിത. അവളും ഞാനും തമ്മിൽ വളരെ ക്ലോസ് ആണ്. എൻ്റെ മനസ്സ് അവൾക്കറിയാം, അവളുടെ മനസ്സ് എനിക്കും. എന്നെ കണ്ണാടിയിൽ കാണുന്ന പോലെയാണ് അവളുടെ സ്വഭാവമെല്ലാം. ഞങ്ങൾ ആദ്യം കണ്ടപ്പോൾ മുതലേ ഭയങ്കര കൂട്ടാണ്. ഭാഗ്യമെന്തെന്നാൽ അവർ ഞങ്ങളുടെ അടുത്താണ് താമസിക്കുന്നത്. അതുമാത്രമല്ല, ഒരു ചെറിയ റിലേഷനും അവരുടെ അച്ഛനുമായിട്ട് എൻ്റെ അച്ഛനുണ്ട്. അപ്പോൾ ഏകദേശം ബന്ധുക്കൾ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ വീട്ടുകാർ തമ്മിൽ ഭയങ്കര ക്ലോസ് ആയിരുന്നു. എനിക്കങ്ങോട്ട് പോകാം, അവൾക്ക് ഇങ്ങോട്ട് വരാം. ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ് പഠിച്ചത്. പിന്നീട് +2-നും ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഡിഗ്രിക്ക് പോയതും ഒരുമിച്ച് ഒരേ വിഷയം തന്നെയാണ് ഞങ്ങളെടുത്ത് പഠിച്ചത്. അതിന് പറ്റിയ ഭാഗ്യമെല്ലാം ഞങ്ങൾക്കുണ്ടായി. PGക്ക് ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. വീട്ടുകാർക്കും അത് സന്തോഷം തന്നെ. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും PG കഴിഞ്ഞപ്പോഴേക്കും ഒരു ജോലി കിട്ടി. അത് ക്യാമ്പസ് സെലക്ഷനിൽ നിന്നാണ്. ചെറിയ ജോലിയാണ്, വലിയ ശമ്പളമൊന്നുമില്ല. എങ്കിലും ഞങ്ങളുടെ സിറ്റിയിലെ കമ്പനിയിൽ തന്നെയായിരുന്നു. അങ്ങനെ ഒരുമിച്ചാണ് ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിരിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു വീട്ടിൽ കെട്ടിക്കയറുക, ചേട്ടനെയോ അനിയനെയോ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ ഇരട്ടയായിട്ടുള്ള ആൾക്കാരാണെങ്കിലും മതി, അവരെ കല്യാണം കഴിക്കുക, ഒരു വീട്ടിൽ തന്നെ താമസിക്കണം. ഇതായിരുന്നു ഞങ്ങളുടെ സ്വപ്നം. പക്ഷേ കല്യാണം ആലോചിച്ച് വന്നപ്പില്ലേ മാഡം, അത് നടന്നില്ല. പല രീതിയിൽ ഞങ്ങൾ നോക്കി. എങ്കിലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കാനുള്ള അവസരമുണ്ടായില്ല. അപ്പോഴാണ് പാലക്കാട്ട് നിന്ന് എനിക്കൊരാലോചന വന്നത്. അപ്പോൾ ചെക്കൻ നല്ല സുന്ദരൻ, എനിക്കൊത്തിരി ഇഷ്ടമായി. ഞാൻ അവളെ ചെക്കൻ്റെ ഫോട്ടോ കാണിച്ചു. അവൾ വന്ന് ചെക്കനെ ഒരു ദിവസം കാണുകയും ചെയ്തു. അവൾ പറഞ്ഞു, ഇനിയിപ്പം കടപ്പിടുത്തൊന്നും നടത്തിയിട്ട് കാര്യമില്ല മോളെ, നീ അവനെ കല്യാണം കഴിക്ക്. നല്ല സൂപ്പർ ഒരു മനുഷ്യനാണ്. ഞാനാണെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ മറന്ന് പടർന്നങ്ങ് കയറിയനെ. ഇത്രയും സൗന്ദര്യമുള്ള ആളെ ഇനി കിട്ടാൻ പാടാ മോളെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞെടി, എന്നാലും നമ്മൾ അകന്നു പോകില്ലേന്ന്. അവൾ പറഞ്ഞു, ഞാൻ നോക്കാടി, പാലക്കാട് തന്നെ ഈ വീടിന് അടുത്തെവിടെയെങ്കിലും ഒരു കല്യാണാലോചന, അല്ലെങ്കിൽ നീ പോയിട്ട് എനിക്ക് വേണ്ടി ആലോചിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവളാണ് ആദ്യം വിട്ടുകൊടുത്തത്. അതുകൊണ്ട് എൻ്റെ കല്യാണം നടന്നു. ഞാൻ കല്യാണത്തിന് മുമ്പ് തന്നെ ഭർത്താവിനോട് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരുമായിട്ട് എനിക്കധികം പിരിയാൻ പറ്റില്ല. അവൾക്കും ഉടനെ തന്നെ ഒരു കല്യാണം ആലോചിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന്. ഭർത്താവിനതിൽ ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഭർത്താവ് ഒരു പാവമാണ്, എന്നോട് നല്ല സ്നേഹമാണ്. പുള്ളി തന്നെ മുന്നിട്ടിറങ്ങി. ഏകദേശം 1.5 മാസത്തിനുള്ളിൽ തന്നെ അവിടെയുള്ള ഒരു പയ്യനെ എൻ്റെ ഭർത്താവ് കണ്ടുപിടിച്ചു. എൻ്റെ ഹസ്ബൻഡിൻ്റെ അതേ ഏജാണ്, നല്ല ജോലിയുള്ള ആളാണ്, സൗന്ദര്യമുള്ള ആളാണ്. എന്തായാലും അവൾക്ക് അവനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ കല്യാണവും പെട്ടെന്ന് നടന്നു. അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞ് 3ാമത്തെ മാസത്തിൽ അവളുടെ കല്യാണം നടന്നു. അവളെ കെട്ടിക്കൊണ്ട് വന്നത് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ കഷ്ടിച്ചില്ല. നോക്കിക്കഴിഞ്ഞാൽ കാണാം, പാടമുണ്ട്. അപ്പോൾ പാടത്തിൻ്റെ ഒരു കരയിൽ അവളുടെ വീട്, ഇക്കരെ കര എൻ്റെ വീട്. വേണമെങ്കിൽ അവിടെ നിന്ന് കൈ കാണിച്ചു കഴിഞ്ഞാൽ അവളെ കാണാം. അത്രയ്ക്ക് അടുത്താണ്. പാടവരമ്പിലൂടെ നടന്ന് അവളുടെ വീട്ടിൽ പോകാം. അവിടെ ഒരു വഴിയുണ്ട്. അതോടുകൂടി ഞങ്ങൾ രണ്ടുപേർക്കും വലിയ ആഹ്ലാദമായി. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് പോകും. ഒന്നുകിൽ രാവിലെ അവൾ ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ വൈകിട്ട് ഞാൻ അങ്ങോട്ട് പോകും. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം സമ്പുഷ്ടമാക്കിയത്. ഭർത്താക്കന്മാർ രണ്ടുപേരിൽ ആരാണ് സൗന്ദര്യം കൂടുതലുള്ളതെന്ന് ആർക്കും അറിയില്ല. അത്രയ്ക്ക് സുന്ദരന്മാരായ 2 ചെക്കന്മാരെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിൻ്റേതായ ഗുണം മനസ്സിനും ശരീരത്തിനും ഉണ്ടായിരുന്നു. കാര്യം സൗന്ദര്യമുള്ള പുരുഷന്മാരോട് സ്ത്രീകൾക്ക് വല്ലാത്ത അട്രാക്ഷനാണ്. സൗന്ദര്യത്തിൻ്റെ കൂട്ടത്തിൽ മറ്റു കാര്യങ്ങൾക്കും നല്ല ഉശിരുള്ള ആണുങ്ങളാണെങ്കിൽ പിന്നെ പറയണ്ട. പെണ്ണുങ്ങൾക്ക് ലോട്ടറി അടിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ തന്നെ ലോട്ടറി അടിച്ച് സ്ത്രീകളായിരുന്നു. അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കും. പറയാത്തായിട്ട് ഒന്നുമില്ല. ഭർത്താക്കന്മാരുടെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തുറന്നു പറയും. എൻ്റെ ഹസ്ബൻഡിന് അവളുടെ ഹസ്ബൻഡുമായിട്ട് പണ്ട് അധികം ബന്ധമൊന്നുമില്ല, അറിയാവുന്നേ ഉള്ളൂ. പക്ഷേ ഞങ്ങളെ കെട്ടിക്കഴിഞ്ഞതോടുകൂടി അവർ രണ്ടുപേരും തിക്ക് ഫ്രണ്ട്സായി. രണ്ടുപേരും 2 ദിശകളാണ് ജോലി ചെയ്യുന്നതെങ്കിലും വൈകുന്നേരം ആകുമ്പോഴേക്കും ഏതെങ്കിലും ഒരു വീട്ടിൽ കുറച്ചു നേരമെങ്കിലും വന്ന് ഒന്നിച്ചിരിക്കും. നാട്ടുകാർക്കും വീട്ടുകാർക്കുമെല്ലാം അത് വളരെ ഇഷ്ടവുമാണ്. അവിടെ പിന്നെ നിഷ്കളങ്കരായ ആളുകളാണല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം പാലക്കാടൻ ഗ്രാമത്തിൽ വളരെ സുഖകരമായിരുന്നു. കല്യാണം കഴിഞ്ഞ് 2ാം വർഷം ഞാൻ ഗർഭിണിയായി. എനിക്കൊരു കുട്ടി പിറക്കുകയും ചെയ്തു. ആൺകുട്ടിയാണ്. പക്ഷേ അവളുടെ കല്യാണം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടും 4 വർഷം കഴിഞ്ഞിട്ടും ഒരു മുന്നേറ്റവും ഉണ്ടായില്ല.
ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും ഭാര്യയും ഭർത്താവും വളരെയധികം ദുഃഖത്തിലായിരുന്നു. രണ്ടുപേരും പരിശോധനകളൊക്കെ നടത്തി. രണ്ടുപേർക്കും സാരമായ കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ നീണ്ട നാൾ ചികിത്സ വേണമെന്ന് പറഞ്ഞു. അതോടുകൂടി അവരുടെ സാമ്പത്തികമായ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളുമൊക്കെ കുറച്ച് പ്രശ്നമാകാൻ തുടങ്ങി. നല്ലൊരു ബന്ധമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്. പക്ഷേ വീട്ടിലും ചില പ്രശ്നങ്ങളുണ്ടായി. മിക്കപ്പോഴും അവിടെ അമ്മായിയമ്മയും അവളും തമ്മിൽ വഴക്കും വക്കാണൊക്കെ ആയിട്ട് ആ വീട്ടിലെ ഗതികൾ വല്ലാത്ത അവസ്ഥയിലായി. ആ ഇടയ്ക്കാണ് എൻ്റെ അമ്മായിമ്മ മരിച്ചു പോയത്. അപ്പോൾ വീട്ടിൽ പിന്നെ ഞാനും ഭർത്താവും കുട്ടി മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവർ രണ്ടുപേരും ഞങ്ങളുടെ വീട്ടിൽ വന്ന് കുറച്ച് അധിക നാൾ എന്ന് വെച്ചാൽ 100 ദിവസത്തോളം അടുപ്പിച്ച് താമസിച്ചു. എന്ന് വെച്ചാൽ അവർ രാവിലെ വീട്ടിൽ പോകും, വൈകിട്ട് ഇവിടെ വന്ന് കിടക്കും. ഞങ്ങൾക്കൊരു കൂട്ടിന് വേണ്ടിയിട്ട് അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളിൽ നിന്നും അവർക്കതൊരു ഒളിച്ചോട്ടമായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെൻറ്റിമെൻറ്റ്സും ഒക്കെ പറഞ്ഞ് അവളുടെ ഭർത്താവ് ഒരു കുഞ്ഞിനെ പോലെ കരഞ്ഞു. അപ്പോൾ എൻ്റെ ഭർത്താവ് പോയിരുന്ന് ആശ്വസിപ്പിച്ചു. സാരമില്ലട, അതൊക്കെ ശരിയാകും, നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നില്ലേ, ശരിയാകും, നീ എന്തിനാണ് ഇത്രയും ഡെസ്പാകുന്നതെന്നും. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കും വല്ലാത്ത ദുഃഖം തോന്നി. അപ്പോൾ എൻ്റെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ പറയുകയാണ്, നീ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന്. എൻ്റെ ഹസ്ബൻഡ് ഞെട്ടി ചോദിച്ചു, ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് മാറ്റമുണ്ടാകുക എന്ന്. ഞാൻ ചോദിച്ചു, എന്താ ദീപു പറയുന്നത്, ഇതെങ്ങനെയാണ് നടക്കുക, എന്താ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ചേട്ടൻ ഡോക്ടറാണെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, എന്തായാലും നിങ്ങൾക്ക് കല്യാണം കഴിച്ച് ഉടനെ തന്നെ കുട്ടികളുണ്ടായി. എനിക്കും ഇവക്കും കുഴപ്പങ്ങളുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് മഹേഷേട്ടൻ കളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്ന്. മഹേഷേട്ടൻ എന്ന് വിളിച്ചത് എൻ്റെ ഹസ്ബൻഡിനെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തൊക്കെയായി പറഞ്ഞത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ദീപു എന്ന് പറഞ്ഞപ്പോൾ ദീപു പറഞ്ഞു, എന്തായാലും നമ്മളെല്ലാം തമ്മിൽ അന്യോന്യം നന്നായി അറിയാവുന്നവരാണ്. എനിക്ക് ഉറപ്പുണ്ട് മഹേഷേട്ടൻ എൻ്റെ ഭാര്യയുമായി ഒന്നടുത്താൽ മതി, എല്ലാ കാര്യങ്ങളും റെഡിയാകും. ഞാൻ പറഞ്ഞു, നീ എന്താ പറഞ്ഞത്, ലോകത്തൊന്നുമില്ലാത്ത കാര്യങ്ങൾ പറയുകയാണോ? ഞങ്ങൾ രണ്ടുപേരും ഇണപിരിയാത്ത സുഹൃത്തുക്കളാണ് എന്ന് വെച്ചിട്ട് ഒരാളുടെ ഭാര്യയാകണമെന്നോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ കൂടെ ജീവിക്കണമെന്നൊന്നും ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇതേപോലെ അടുത്ത് താമസിക്കണമെന്ന് വിചാരിച്ചുള്ളൂ. ഇതിപ്പം ലോകത്തെങ്ങും നടക്കാത്ത കാര്യമാണ്. നമ്മൾ കാണിക്കുന്നത് തോന്യാസമാണ്, ഇത് സദാചാര വിരുദ്ധമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വഴക്കിട്ടു. അപ്പോൾ ദീപു എന്നോട് പറയുകയാണ്, ഇത്രയും ബഹളം വെക്കേണ്ട കാര്യമില്ല, ഇത് നമുക്ക് 4 പേർക്ക് അറിയൂ, പ്രശ്നമൊന്നുമില്ലാന്ന്. ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ നിസ്സാരവൽക്കരിക്കണ്ട, അത് പോട്ടെ, ഇനി അങ്ങനെ ഒന്ന് നടന്നോന്നിരിക്കട്ടെ എന്ന് വെച്ചിട്ട് എന്താ ഗ്യാരണ്ടി? നിനക്കും നിൻ്റെ ഭാര്യയ്ക്കും കുഴപ്പമുണ്ട്, കുഴപ്പമുള്ള ഭാര്യയാണ് നിനക്കുള്ളത്. അപ്പോൾ എങ്ങനെയാണ് മഹേശ്വരൻ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ശരിയാകുന്നത്? അപ്പോൾ അവൻ പിന്നെയും പറയുകയാണ്, എനിക്ക് ഉറപ്പുണ്ട് മഹേശ്വരൻ ഒന്ന് തൊട്ടാൽ മതി, എല്ലാ കാര്യങ്ങളും റെഡിയാകും. മഹേശ്വരന് ഉള്ളിൻ്റെ ഉള്ളിൽ അതിനുള്ള എല്ലാ പ്രവണതകളുമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറയും, തോന്നിയാസം പറഞ്ഞത് ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് നടക്കുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് എൻ്റെ കൂട്ടുകാരി ഇരിപ്പുണ്ട്. അവൾ മുഖം കുനിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഭാര്യയും ഭർത്താവും കൂടെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടാണ് ഈ ഐഡിയ ഇവിടെ അവതരിപ്പിച്ചതെന്ന്. ഞാൻ അവളെ കുലുക്കി വിളിച്ചിട്ട് ചോദിച്ചു, നിനക്കൊന്നും പറയാനില്ലേന്ന്. അപ്പോൾ അവൾ കരയുകയാണ്. എടി, ഇതിനു വേണ്ടി ഇനിയും ലക്ഷ്യങ്ങൾ ചെലവഴിക്കാനില്ല. പേരുദോഷം കേട്ട് ജീവിക്കാൻ എനിക്ക് വയ്യ. അതിലും ഭേദം ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നവൾ പറഞ്ഞു. അത് കേട്ട് ഞാൻ ഞെട്ടി. മഹേഷിൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കി. പുള്ളിക്കാരൻ ആകെ സ്തംഭിച്ചിരിക്കുകയാണ്. ഞാൻ ഒന്നും മിണ്ടിയില്ല. അന്ന് പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരം പിന്നെയും ഈ ചർച്ച വന്നു. അപ്പോൾ മഹേഷനാണ് പറഞ്ഞത്, ശരി, നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ അങ്ങനൊരു വഴി മാത്രമേ ഉള്ളെങ്കിൽ നമുക്കിപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകാമെന്ന്. ഞാൻ പറഞ്ഞു, പറ്റില്ല, നിങ്ങളാണ് തീരുമാനം എടുക്കുന്നത്, നിങ്ങളെൻ്റെ ഭർത്താവാണ്, എനിക്കൊന്നും പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കി. അവർ രണ്ടുപേരും, അതായത് ദീപവും എൻ്റെ കൂട്ടുകാരിയും ഒന്നും മിണ്ടാതെ തല കുടിച്ചിരിക്കുകയാണ്. അവരുടെ ആ ഇരിപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പാവം തോന്നി. ഇവർ പറയുന്ന ഐഡിയ ഫലിക്കുമെന്ന് എനിക്കറിയില്ല. കാര്യം നോർമലായുള്ളൊരു പെണ്ണാണെങ്കിൽ ചിലപ്പോൾ ഫലിച്ചെന്നിരിക്കും. പക്ഷേ പ്രശ്നങ്ങളുള്ളൊരു പെണ്ണിൽ ഇതെങ്ങനെയാണ് നടക്കുന്ന കാര്യമാണോ? ഇനി ഇവക്ക് എൻ്റെ ഭർത്താവിനോട് ഇഷ്ടം കൂടിയെങ്ങാണം അവൾ ഇറക്കിയ വിദ്യയാണോ എന്നും എനിക്ക് തോന്നി. എന്നാലും എന്തോ രണ്ടുപേരുടെയും ഭാവം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സഹതാപം തോന്നി. ഞങ്ങൾ ഒന്നിച്ച് പണ്ടേ ഒരിടത്ത് താമസിക്കണം, ഒരു വീട്ടിൽ ചെല്ലണം എന്നൊക്കെ പറഞ്ഞതാണ്. ഇപ്പം അവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ ഇത്രയും കടുംപിടുത്തം പിടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ബന്ധമല്ലല്ലോ ഞാനും അവളും തമ്മിൽ.
എൻ്റെ ഭർത്താവിനോടും എനിക്കിത്തിരി നീരസമുണ്ടായിരുന്നു. എന്നോട് ചോദിക്കാതെ പുള്ളി അങ്ങ് ഓക്കെ പറഞ്ഞില്ലേ. ഞാൻ പുള്ളിയെ വഴക്കൊക്കെ പറഞ്ഞെങ്കിലും അവസാനം ശരി, ഇതൊരു കണ്ണും പൂട്ടിയുള്ള പരീക്ഷണം മാത്രമാണ്, ഇതിൽ സക്സസ് റേറ്റ് വളരെ കുറവാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു പ്രധാനപ്പെട്ട ദിവസങ്ങളുണ്ട്, ആ ദിവസങ്ങൾ കലണ്ടറിൽ മാർക്ക് ചെയ്തിട്ട് മാത്രം വളരെ പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്, എങ്കിലേ സക്സസ് റേറ്റ് കിട്ടൂ എന്ന് ഡോക്ടർമാർ വരെ പറഞ്ഞത്. ഡോക്ടർമാർ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കാര്യമാണ് പറഞ്ഞത്. അത് ഇവരിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ്. എന്തായാലും ഞാനും എല്ലാം ഒന്ന് 6 തണുത്ത് കഴിഞ്ഞപ്പോഴേക്കും അതിന് സപ്പോർട്ടായി. ഞങ്ങൾ 4 പേരും ഇനിയിപ്പം ഒറ്റക്കെട്ടായി ജീവിച്ചേ പറ്റൂ. പണ്ടും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിപ്പം കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും 4 പേരും ഒരേ മനസ്സുണ്ടെങ്കിൽ അത് പരിഹരിക്കാമല്ലോ. അങ്ങനെ ഞാൻ സമ്മതം മൂളി. എനിക്ക് ആദ്യം ഇത്തിരി പൊസസീവ്നെസ് ഉണ്ടായിരുന്നു, എങ്കിലും അവർ കലണ്ടറിൽ മാർക്ക് ചെയ്ത 5 ദിവസങ്ങൾ സ്ഥിരമായി അവൾ വന്നു. ആ സമയത്ത് ഞാനും ദീപവും കൂടെ ഉമ്മറപ്പടിയിലിരിക്കും. ഞങ്ങൾ പല കാര്യങ്ങളും പറയും. അകത്ത് നടക്കുന്ന താളമേളങ്ങൾക്ക് ഞങ്ങൾ കൂട്ടുനിൽക്കുകയാണെന്ന് ആർക്കും തോന്നരുത്. കാര്യം നാട്ടുവഴിയിലൂടെ പലരും പോകും, ഞങ്ങളെ പലരും ശ്രദ്ധിക്കാറുമുണ്ട്. അകത്ത് നടക്കുന്നത് പുറത്തറിയരുത്. അകത്തെ പൂരം പുറത്തറിഞ്ഞാൽ വലിയ പ്രശ്നമാകും. അതുകൊണ്ട് ചിലപ്പോൾ ദീപു ഉമ്മറത്തിരിക്കും. അവൻ അവിടെ സ്വാഭാവികമായി ഇരിക്കുന്ന പോലെ ഭാവിക്കും. ചിലപ്പോൾ ഞാൻ അടുക്കളയിലായിരിക്കും, അല്ലെങ്കിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഞങ്ങൾ ആ വീട്ടിൽ വളരെ സ്വാഭാവികമായി പെരുമാറുന്നത് പോലെ പെരുമാറി. എന്തിനും ഒരു അതിബുദ്ധിയും മറയും വേണമല്ലോ. പക്ഷേ വേറൊരു കാര്യത്തിൽ എനിക്കെൻ്റെ ഭർത്താവിനെയും അവളെയും അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. കാര്യം ഇപ്പോൾ 2 വ്യക്തികൾക്ക് അങ്ങനൊരു സാഹചര്യത്തിൽ ഒന്നിക്കാൻ അവസരം കിട്ടി. അവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. മണിക്കൂറുകളോ വേണമെങ്കിൽ രാവിളക്കുവോളവോ ഓക്കെ എന്നുള്ള രീതിയിൽ അവർക്ക് തുടരാം. പക്ഷേ ഇവിടെ 2 സെഷനുകൾ മാത്രമാണുള്ളത്. ഒന്ന് വൈകുന്നേരം എന്ന് വെച്ചാൽ രാത്രി, രണ്ടാമത്തേത് വെളുപ്പിനെയാണ്. അവർ അവിടെ തന്നെ താമസിക്കും. എല്ലാവർക്കും അറിയാം അവരുടെ താമസിക്കുന്നുള്ളത് കൊണ്ട് അത് വലിയ കാര്യമൊന്നുമല്ല. അങ്ങനെ ആ ഒരു സമയത്ത് കൂടി വന്നാൽ 10 മിനിറ്റ് 20 മിനിറ്റ്. ഞാനിപ്പോൾ 2-3 വട്ടം കഴിഞ്ഞപ്പോഴേക്കും ഇത്ര കൊണ്ട് എല്ലാം ശരിയായോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞു, അത് പിന്നെ അദ്ദേഹത്തിന് എന്നോട് വലിയ താല്പര്യമൊന്നുമില്ലല്ലോ. ഞാൻ ആദ്യം ഒന്ന് തലയാട്ടും, ആ തലയാട്ടുന്ന എഫക്റ്റിൽ കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ട് എൻ്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കണ്ടേ, അത്രയും പ്രോസസ്സ് മാത്രമേ അവിടെ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ 2 പേരോടും പ്രാക്ടിക്കൽ മെൻറ്റാലിറ്റി എടുത്തതിൽ എനിക്ക് ശരിക്കും ആദരവാണ് തോന്നിയത്. അങ്ങനെ 3 മാസം മുന്നോട്ട് പോയി. 3ാമത്തെ മാസം കാര്യങ്ങൾ സക്സസ് ആയി. എല്ലാവരും പ്രതീക്ഷിച്ചത് അവിടെ നടന്നു. അത് ശരിക്കും എനിക്കൊരു അത്ഭുതമായിരുന്നു. അവർ പറഞ്ഞത് ശരിയാകില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്തോ എൻ്റെ ഭർത്താവിൻ്റെ കഴിവാണോ നാച്ചുറലി അങ്ങേർക്കുള്ള എന്തെങ്കിലും ഗുണങ്ങൾ കൊണ്ടാണോ എന്നറിയില്ല, അവരും ഞങ്ങളും എല്ലാം പ്രതീക്ഷിച്ച ആ ഒരു റിസൾട്ട് കിട്ടി. ഈ ശുഭവാർത്ത അറിഞ്ഞതോടുകൂടി അവരുടെ വീട്ടിലെ സംഘർഷാവസ്ഥ ഒന്ന് കുറഞ്ഞു. എല്ലാവരും സ്നേഹത്തോടുകൂടി അവളെ വന്ന് സ്വീകരിച്ചു. അവളുടെ വീട്ടുകാരും എല്ലാവരും വന്ന് അവിടെ ആഘോഷമാക്കി. ഞങ്ങൾ 4 പേർക്ക് മാത്രം അറിയാവുന്ന രഹസ്യമായതുകൊണ്ട് ഞങ്ങൾ നിഗൂഢമായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, അത്രയേ ഉള്ളൂ. അവിടെ അവർക്ക് സുഖം, ഞങ്ങൾക്ക് സുഖം. നടന്നത് തെറ്റ് തന്നെയാണെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ചില സമയത്ത് നമുക്ക് ഒത്തിരി വിചിത്രമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. പിന്നെ എനിക്കും എൻ്റെ ഭർത്താവിനും ഇടയ്ക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചെറിയൊരു മനോവിഷമമുണ്ടെങ്കിൽ പോലും അവർക്ക് 2 പേർക്കും ഒരു പ്രശ്നവുമില്ല. അവളും അവനും, ദീപവും അവളും തമ്മിലില്ലേ ഭയങ്കര കൂട്ടാണ്. അവർക്ക് സ്നേഹപ്രകടനങ്ങൾക്ക് മാത്രമേ നേരമുള്ളൂ, ഒരു പ്രശ്നവുമില്ല. ഇവിടെ അവൾ തലയാട്ടിയെന്ന് പറഞ്ഞാലും നൃത്തം ചെയ്തെന്ന് പറഞ്ഞാലും അവന് പ്രശ്നമില്ല. അവൾക്കും ഒരു കൂസനുമില്ല. ആദ്യം തല കുനിച്ചിരുന്നവൾ തലയാട്ടാനും മടിയില്ല. ഇപ്പോൾ സ്വന്തം ഭർത്താവിൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് അവൾ തുള്ളിച്ചാടാനും മടിയില്ല. എല്ലാം അവൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് കാണുന്നത്. അത്രയും മികച്ച മനക്കട്ടിയൊന്നും എനിക്കില്ല, ഹസ്ബൻഡുമില്ല. എങ്കിലും അവളുടെ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പിന്നത്തെ പ്രശ്നം, നമുക്ക് ഓക്കെ. അങ്ങനെ അവളുടെ ഗർഭകാലം എല്ലാം മറന്ന് ഞങ്ങൾ ആഘോഷിച്ചു. ആൺകുഞ്ഞാണ് ജനിച്ചത്. എല്ലാവർക്കും ഒരാശങ്കയുണ്ടായിരുന്നു, അത് സാമ്യം വല്ലതും തോന്നുമോ എൻ്റെ ഭർത്താവുമായിട്ടെന്ന്. പക്ഷേ അങ്ങനെയൊന്നുമില്ല, അവളുടെ ഛായയാണ്. ഒരിക്കലും ആർക്കും ഒന്നും എന്തെങ്കിലും ഒരു സംശയം തോന്നുന്ന വിധത്തിലുള്ള ഒരു സാമ്യതകളുമില്ല.
അതും ഞങ്ങൾക്കിടയിൽ ഞങ്ങൾ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുന്ന രീതിയിൽ ഒരു കംഫോർട്ട്നെസ് കൊണ്ടുവന്നു. കുട്ടി ജനിച്ച ശേഷം 1 വർഷത്തോളം ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോൾ പോകും, അല്ലെങ്കിൽ 8 മണിയാകുമ്പോൾ പോകും. 1 മണിക്കൂർ അവിടെ ഇരിക്കും, തിരിച്ചു വരും. അത് കഴിഞ്ഞ് അവൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന നിലയിലുമായി. പക്ഷെ ഒരിക്കൽ പോലും ഈ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടേയില്ല. അന്ന് ചർച്ച ചെയ്തു, അതോടുകൂടി കാര്യങ്ങൾ കഴിയുകയും ചെയ്തു. പിന്നീട് എൻ്റെ ഭർത്താവ് അവളും തമ്മിൽ സാധാരണ രീതിയിൽ പെരുമാറി. ഞാനും അങ്ങനെ തന്നെ. കഴിഞ്ഞ വർഷം വരെ ഇങ്ങനെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ജീവിതത്തിൽ സംഭവബഹലമായ ഒരു കാര്യങ്ങളുമില്ല. എന്നാൽ ഏകദേശം 1 വർഷത്തിന് മുമ്പാണ് ഞങ്ങളുടെ വീടിനടുത്ത് ഒരു സംഭവം നടന്നു. എന്ന് വെച്ചാൽ എൻ്റെ വീടിനടുത്താണ്. അതിനപ്പുറത്ത് ഒരു വീട്ടിൽ ഒരു ചേച്ചി തന്നെയാണ് താമസിക്കുന്നത്. അവർക്ക് ഒരു 50 വയസ്സ് കാണും. ഒരു മകൾ മാത്രമേ അവർക്കുള്ളൂ. ആ പെൺകുട്ടി നേഴ്സിംഗോ മറ്റോ പഠിക്കുകയാണ്. ഹോസ്റ്റലിലാണ്, വല്ലപ്പോഴും മാത്രമേ വരികയുള്ളൂ. പിന്നെ ഹസ്ബൻഡ് അയാൾ ടൗണിലാണ് വർക്ക് ചെയ്യുന്നത്. ആഴ്ചയിൽ ഒരിക്കലേ വരികയുള്ളൂ. ഇവർക്ക് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, തെങ്ങും തോപ്പും കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പുള്ളിക്കാരി എപ്പോഴും അതിൽ എൻഗേജ്ഡ് ആയിരിക്കും. നല്ല വെളുത്ത് തുടുത്ത് ആട്ടിത്തം തുളുമ്പുന്ന ഒരു സ്ത്രീയാണ് ആ ചേച്ചി. അവരെ കണ്ടു കഴിഞ്ഞാൽ ആർക്കൊരു കൗതുകം തോന്നും. ഭർത്താവിനും സെക്യൂരിറ്റി പോലെന്തോ ജോബാണ്. കണ്ടു കഴിഞ്ഞാൽ നല്ല ഉയരമുള്ള നല്ല യൗവനമുള്ളൊരു മനുഷ്യനാണ്. പ്രായമൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ കണ്ടാൽ ഒരു ഗാംഭീര്യമുണ്ട്. പക്ഷേ എന്ന് വെച്ച് ഞങ്ങളോടൊന്നും വലിയ രീതിയിൽ അങ്ങനെ സഹകരിക്കുകയോ അവർ സഹകരിക്കുകയൊന്നും ചെയ്യാറില്ല. കാണുമ്പോൾ ഒന്ന് ചിരിക്കും, അത്രേ ഉള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കും അറിയില്ല. തൊട്ടടുത്ത വീടൊക്കെ തന്നെയാണെങ്കിലും പറമ്പുകളുടെ ഗ്യാപ്പുണ്ട്. അവർ ഇങ്ങോട്ട് വരിക ഒന്നും ചെയ്യാറില്ല. നാട്ടുകാരെയാണ് കണ്ടാൽ അറിയാം, അത്ര മാത്രമേ ഉള്ളൂ. അവരുടെ പറമ്പിൽ ചിലപ്പോൾ 4-5 പണിക്കാർ കാണും. ചിലപ്പോൾ ഒരാൾ മാത്രമായിരിക്കും, ചിലപ്പോൾ 2 പേരായിരിക്കും. എങ്കിലും മിക്ക ദിവസങ്ങളിലും അവിടെ പണിക്കാരുണ്ട്. അവരിങ്ങനെ ഓരോ മേൽനോട്ടമൊക്കെ വഹിച്ച് നടക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കുകയും ചെയ്യും, അല്ലാതെ വേറൊന്നുമില്ല. ഇതിനിടയ്ക്കാണ് അവിടെ ഒരു ഗോസിപ്പ് നടന്നത്. ഗോസിപ്പ് എന്ന് പറയാൻ പറ്റില്ല, യഥാർത്ഥത്തിൽ നടന്നാണ്. അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന ഒരു തൊഴിലാളിയാണ്. കണ്ടു കഴിഞ്ഞാൽ നല്ല വെളുത്ത് തുടുത്ത് കാണാനൊക്കെ കൊള്ളാവുന്നൊരു ചെക്കനാണ്. അവൻ അവിടെ പലയിടത്തും പണിക്കൊക്കെ വരാറുണ്ട്. ഒരു ദിവസം ഇവരും അവനും കൂടെ, അതായത് ആ ചേച്ചി തെങ്ങിൽ ചാരി നിൽക്കുന്നു. ചിക്കൻ ഏതൊക്കെയോ വക കൃഷികൾ ഇറക്കുന്നു. ഇത് അവിടെ തുടർന്ന് പോകുന്നതായിരിക്കാം. വഴിപോക്കരാരോ അത് കണ്ടുപിടിച്ചു. അധികം ആളുകൾ അവരുടെ സ്ഥലത്തിൻ്റെയിലൂടെ നടന്നു പോകുന്നതല്ല. പക്ഷേ ഏതോ കുസൃതിക്കുട്ടന്മാർ ഇത് കണ്ടുപിടിച്ച് ക്യാമറയിലാക്കി. ഒരു 10-30 സെക്കൻഡുള്ള ഒരു രംഗമാണ്. ചേച്ചിയുടെ എക്സ്പ്രഷൻസും അതുമാത്രമല്ല പണിക്ക് വന്നവൻ്റെ ചില കാര്യങ്ങൾ ഫോക്കസ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ആഹാ കൊള്ളാം ഈ രംഗങ്ങൾ എന്ന് തോന്നുന്ന രീതിയിലാണ്. അത് പക്ഷേ എടുത്ത് പിള്ളേർ സെറ്റോ മറ്റോ ആണ്. അത് ആർക്ക് കൊടുത്തു? ചുരുക്കം പറഞ്ഞാൽ അവിടെ ലോക്കലായിട്ട് ഈ വീഡിയോ ഒന്ന് പ്രചരിക്കപ്പെട്ടു. അങ്ങനെ അവരുടെ ഭർത്താവിനും അത് കിട്ടി. ഭർത്താവിന് ആരോ അയച്ചു കൊടുത്തതാണ്. അതോടുകൂടി അയാൾ വന്ന് അവിടെ ഭയങ്കര വഴക്കായിരുന്നു. ആ സ്ത്രീ ഒരു ദിവസം ഭർത്താവ് ഓടിച്ചിട്ട് ഞങ്ങളുടെ വീടിന് മുൻവശത്തെ വഴിയിൽ കൂടി ഓടിപ്പോയപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഞാനും എൻ്റെ കൂട്ടുകാരെ അറിയുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. പിന്നീടാണ് അവിടെ ഹസ്ബൻഡ് വന്നത്. ദീപു വന്നപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ വീഡിയോ പ്രചരിക്കുന്നുണ്ടെന്ന്. ഷോ ഞങ്ങൾ പറഞ്ഞ അംഗം കിട്ടിയില്ലല്ലോ, പെണ്ണുങ്ങളൊക്കെ സാധാരണ ഞങ്ങൾക്ക് അയച്ചു തരാറുള്ളതാണ്, ഈ കാര്യം കിട്ടിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു 2-3 ദിവസം ആയിട്ടുള്ളൂ, ഇതിപ്പം ഇവിടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാനേ പറ്റുകയുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാകുമെന്ന് പറഞ്ഞു. ഞാനങ്ങ് ചോദിച്ചു വീഡിയോ ഉണ്ടോ ദീപുന്ന്. ദീപ് പറഞ്ഞു ആഹാ കൊള്ളാലോ, ഭയങ്കര ആക്രാന്തമാണല്ലോ. ഉണ്ട്, എല്ലാവർക്കും ഞാൻ വാട്സാപ്പിൽ അയച്ചു തരാം എന്ന് പറഞ്ഞ് അവൻ ഞങ്ങൾക്ക് വാട്സാപ്പിലേക്ക് അയച്ചു തന്നു. അന്നേരം നോക്കിയില്ലെങ്കിലും രാത്രി ഭർത്താവും ഞാനും കൂടെ അത് കണ്ടു. 30 സെക്കൻഡേ ഉള്ളെങ്കിലും അത് പിടിച്ച ആൾക്കാർക്ക് ഒരു അവാർഡ് കൊടുക്കണം. എല്ലാം അങ്ങോട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ചേച്ചിയുടെ എക്സ്പ്രഷനും പിന്നെ അതിഥി തൊഴിലാളിയുടെ വിത്തും കൈക്കോട്ടും എല്ലാം അവിടെ അനാവൃതമാക്കപ്പെട്ടു. അപ്പോഴേക്കും ശരിക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെറുക്കൻ ഉശിരൻ തന്നെ എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തു. പിറ്റേ ദിവസം എൻ്റെ കൂട്ടുകാരി വന്നപ്പോൾ അവളും ഞാനും മാത്രമേ ഉള്ളൂ, ചേട്ടനും വന്നിട്ടില്ല, അവളുടെ ഭർത്താവും വന്നിട്ടില്ല. ഞാൻ ഈ വീഡിയോ കഥ സംസാരിച്ചപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഭർത്താക്കന്മാരെയൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ ആ ചെക്കൻ എത്ര വലിയ ഉന്നതിയിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറയുകയാണ് ആ നിൻ്റെ കാര്യമാണെങ്കിൽ ഓക്കെ, അങ്ങനെ തന്നെ നിനക്ക് കിട്ടിയത് സുന്ദരനായ ഒരു മണ്ണുണ്ണി, ചേട്ടൻ ഒരു പാവം. പക്ഷേ ഇവിടെ
അതേ തൊഴിലാളി കണ്ട് നീ അത്ഭുതപ്പെടുന്നു. പക്ഷേ നിനക്കറിയാത്ത കാര്യങ്ങളുണ്ട്, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. എൻ്റെ ദീപു ഈ ഒരു വീഡിയോയിലൊക്കെ കാണുന്നില്ലേ, അതിനേക്കാൾ മികച്ച ഒരാളാണ്. അതിൻ്റെ ഗുണം എനിക്കല്ലേ അറിയൂ. അത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. എന്നിട്ട് നിനക്ക് ഗുണമുണ്ടാകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഇതാണ് നമ്മളുടെ ഒരു വൈരുദ്ധ്യം. കാര്യം അഴകുള്ള ചക്കയിൽ ചുളയില്ല, ചുളയുള്ള ചക്കയിൽ അഴകില്ല, അങ്ങനെയാണല്ലോ. അതാണ് പറഞ്ഞത്. നിന്റെ ഭർത്താവ് മണ്ണുണ്ണിയാണെങ്കിലും അദ്ദേഹത്തിന് ചില ഗുണങ്ങളുണ്ട്. എന്ന് വെച്ച് ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്? ദേവേട്ടൻ എവിടെ കിടക്കുന്നു? മഹേഷേട്ടൻ എവിടെ കിടക്കുന്നു? അന്യസംസ്ഥാന തൊഴിലാളി എവിടെ കിടക്കുന്നു? എല്ലാത്തിലും മികച്ചത് എൻ്റെ ദേവേട്ടൻ തന്നെ. എടി, പണ്ടൊക്കെ നീ എല്ലാ കാര്യങ്ങളും എന്നോട് പറയും, എന്നിട്ട് ഇത് മാത്രം പറഞ്ഞില്ലല്ലോന്ന്. അപ്പോൾ അവളെന്നോട് പറഞ്ഞു, അതിന് ഞാൻ വിചാരിച്ചത് എല്ലാം തുല്യമാണെന്നല്ലേ. ഈ കഥകൾ പറഞ്ഞല്ലാതെ നമുക്കിതിലെ ആന്തരികമായ കാര്യങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തെളിയിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ മോളെ, ഒരത്യാവശ്യം വന്നപ്പോൾ ഞാൻ നിൻ്റെ അടുത്ത് വന്നു. അന്ന് നീ എന്നോട് സൗമ്യമായി അനുവദിച്ചു തന്നു. പക്ഷേ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് നിരാശയായിരുന്നു ഫലം. എങ്കിലും ഞാൻ ഓർത്തത് ഗുണമല്ലേ വേണ്ടത്, ആ ഗുണത്തിന് വേണ്ടി മാത്രം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അല്ലാതെ എൻ്റെ ദീപേട്ടനേക്കാൾ മെച്ചമാണെന്ന് തോന്നുകയായിരുന്നെങ്കിൽ നിൻ്റെ ഭർത്താവിനെ ഞാൻ കൊത്തിയെടുത്തോണ്ട് പോകില്ലായിരുന്നു. ഞങ്ങൾ തമ്മിൽ അത് കഴിഞ്ഞ പിന്നെ ഒന്നും മിണ്ടാറ് പോലുമില്ലോ ഈ കാര്യത്തെ പറ്റിയിട്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്രയ്ക്കും കച്ചറയാണോ എൻ്റെ ഭർത്താവ് എന്ന് ചോദിച്ചപ്പോഴേക്കും അവൾ പറഞ്ഞു, കച്ചറയെന്ന് അദ്ദേഹത്തെ താഴ്ത്തിക്കിട്ടാൻ പറ്റില്ല. അദ്ദേഹം ശുഷ്കം. എന്ത് ചെയ്യാനാ മോളെ, അതനുഭവിക്കാനുള്ള വിധി നിനക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൾ എന്നെ കളിയാക്കുന്ന പോലെ പറഞ്ഞു. മാഡം, അത് കേട്ടപ്പോൾ എന്തോ എനിക്ക് വല്ലാത്തൊരു അപമാനം തോന്നി. അന്നേരം ഞാൻ അവളോട് സംസാരിച്ചില്ല. പിന്നെയും അധികം സംസാരിക്കാൻ പോയില്ല. സാധാരണ പോലെ പെരുമാറി. പക്ഷെ എൻ്റെ ഉള്ളിൽ കൊതിക്കെറിവ് നുരയുകയായിരുന്നു. ദീപു അവനങ്ങനെ വെറുതെ നടന്നാൽ പോരാ. അവന് ചില ഗുണങ്ങളില്ലെങ്കിലും അവൾ പറഞ്ഞ ഗുണം അത് എനിക്കും തെളിവായി അറിയണം. അതുകൊണ്ട് ഞാൻ അവനോട് രഹസ്യമായി പറഞ്ഞു, എന്തായാലും നിനക്കൊരു ഉപകാരം ചെയ്തു, ഈ ഉപകാരത്തിന് ഫലം എനിക്കും അനുഭവിക്കണമെന്ന് അവൻ അവളോട് തുറന്ന് പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആരോടും തുറന്ന് പറയണ്ട, ഇത് ഒറ്റ ട്രാക്കായിട്ട് പോകണം, നീ വന്നേ പറ്റൂന്ന് പറഞ്ഞു. അവളും എൻ്റെ ഭർത്താവും അറിയാതെ അവൻ എങ്ങനെയൊക്കെയോ എനിക്ക് വേണ്ടി തെളിവുകൾ ഹാജരാക്കി മുന്നോട്ട് പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൾ പറഞ്ഞത് കറക്റ്റ്. ഇടയ്ക്ക് അവൻ പറഞ്ഞു അവളോടും തുറന്ന് പറഞ്ഞ് കാര്യങ്ങൾ റെഡിയാക്കാമെന്ന്. എന്തോ എനിക്ക് വേണ്ടാന്ന് തോന്നി. അങ്ങനെ 1 വർഷമാകാറായ ആ ബന്ധത്തിൽ നിന്ന് എനിക്കിപ്പോൾ ഒരു സദ്വാർത്ത ഉണ്ടായിരിക്കുകയാണ്. അത് പക്ഷേ അവൾക്ക് പറയില്ല, എൻ്റെ ഭർത്താവിനും അറിയില്ല. ഇനി നമുക്ക് നിർത്താമെന്ന് പറഞ്ഞ് സദ്വാർത്ത അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ പിന്മാറി. എനിക്കും അതിൽ ഇപ്പോൾ പ്രശ്നമൊന്നും തോന്നുന്നില്ല. പക്ഷേ എനിക്ക് കുറ്റബോധം നന്നായി തോന്നുന്നു. ഇതിൻ്റെയൊന്നും ആവശ്യമില്ലായിരുന്നു. അവൾ പറഞ്ഞതിന് പേരിൽ ഞാൻ എടുത്തു ചാടേണ്ട എന്ന് തോന്നുന്നു. ചില സമയത്ത് തോന്നും, അവർക്കൊരു ഉപകാരം ചെയ്തു, അതേപോലൊരു ഉപകാരമാണ് ഇവിടെയും എന്നങ്ങ് വിചാരിച്ച പോരെയെന്ന്. ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ എന്നതാണ് മാഡത്തോട് എനിക്ക് പറയാനുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴഞ്ഞു മറിഞ്ഞ കാര്യങ്ങളാണ്. എങ്കിലും അവിടെയും സുഖം ഇവിടെയും സുഖം. ഇവിടെ ആർക്കാണ് അസുഖമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറഞ്ഞൊരു വാചകമാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഇതിൽ അസുഖങ്ങളൊന്നും കാണുന്നില്ല. എല്ലാവരും എല്ലാം മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് കൊള്ളാം എന്നുള്ളതല്ലാതെ ഇതിലാർക്കെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ളൊരു മൊറാലിറ്റി നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നതുകൊണ്ട് ഇതൊരു കഥയായി കരുതി ആസ്വദിച്ച് പോവുകയോ അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി ആയിട്ട് കരുതി നമുക്ക് വായിക്കുകയോ ചെയ്യാം എന്നുള്ളതല്ലാതെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മറുപടി ഞാൻ പറയുന്നില്ല.